അയ്യോ സാർ, എന്തായി? എന്താ പ്രശ്നം? ആ സുമംഗലിന്റെ ബൈക്ക് ഓണർ വന്നുണ്ട്. സുമംഗലാറ? ആ ബംഗാളി പയ്യൻ. ആ, താനൊരു കാര്യം ചെയ്യും, ആ വിശാലിനോടും കേട്ടിനോടും ഇങ്ങോട്ട് വരാൻ പറ. ആ കേട്ടി എത്ര തവണ വിളിക്കണോട്? 12:30 കഴിയുമ്പോൾ ആ ചമ്പ്രോട്ടത്ത്. ആ പൈസ ഞാൻ വന്നിട്ട് വരാം. ഇരിക്കും സാർ. ബൈക്കിൻ്റെ ഓണറാണ് സാർ. ഇവിടെ തന്നെ പൂട്ടാനുള്ള വകുപ്പുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോട് വണ്ടിയും കൊടുത്ത് വിടുന്നേ? സാറേ ഞാനാർക്കും വണ്ടി കൊടുത്തില്ല. പിന്നെ ഇവൻ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തോണ്ട് വന്നാ സാറേ. ഭാര്യ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ സംഭവം അറിയണത്. सारे झूठ बोल रहे हैं। उसका बीवी ने मुझे बैग दिया है सीमेंट लेने के लिए। झूठ बोल रहे हैं। തന്റെ ഭാര്യ കൊടുത്താണെന്ന് പറയണു സിമെന്റ് വാങ്ങാൻ. ഭാര്യ? സാറേ വീട്ടിൽ ഇഷ്ടം പോലെ സിമെന്റ് ഇരിക്കാണ്, ചാക്കണക്കെ ഇരിക്കാണ്. ഇവൻ നോണ പറയാണ് സാറേ. ഇവന്റെ പേരിൽ വണ്ടി मैं चोरी नहीं किया भाई. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഈ ഒരു കാര്യം ചെയ്യ്, 2000 ഉറുപ്പിക നമ്മളെ ചെക്കന്മാർക്ക് കൊടുത്ത് ഇതങ്ങോട്ട് തീർത്താളാ. എന്തേ? അത് മതി. 2000 രൂപയുടെ കേസുള്ളൂ, അതങ്ങോട്ട് കൊടുത്തത് സോൾവ് ചെയ്യും. അതെ സാർ 2000 രൂപ 10 ഉറുപ്പ് പോലും എൻ്റെ അടുത്തില്ല സാറേ. पैसे देने से छोड़ देगा क्या? പൈസ എടുക്ക്. 600 रुपया സാർ ഇത് 600 രൂപയുള്ളൂ. ये बस 600 रुपये है. 2000. मेरा पास नहीं है ना और पैसे. 2000. तो एक काम करो ना, दोस्त लोग है, फोन करो, पैसा दो, निकलो यहाँ से. हेलो जल्दी आप पैसा ले. എടോ വാങ്ങി വിളിക്ക്. हेलो, तुम्हारा फ्रेंड पुलिस स्टेशन में. हाँ पैसा मणि 1400 रुपये. 2000 रुपये. हाँ 2000 रुपये. ब्रिंग अर्जेंटली ब्रिंग. मैं जाके लेके आऊँ. ഓക്കെ, അപ്പോൾ കേട്ടി തൽക്കാലത്തേക്ക് കേസ് സോൾവ് ആയി. ഇവൻ്റെ കൂട്ടുകാരൻ പൈസ കൊണ്ടുവരും, അതുപോലെ പ്രശ്നമല്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ആ അപ്പോൾ ശരി. പൈസ കൊണ്ടുവരല്ലോ. ഓ മഹാറാമ്പർ പരിയടാ. झूठ बोल रहे हैं. സന്തോഷായില്ല മോനെ. അപ്പോൾ വിശാല ഒരു കാര്യം ചെയ്യും, ഇവന്റെ കൂട്ടുകാർ വന്ന് മുഴുവൻ പൈസ തരാണ്ട് ഇവനെ പുറത്തേക്ക് വിടണ്ട, ഇവന് ഇവിടെ ഇരിക്കട്ടെ. सारे झूठ बोल रहे हैं. मैं बैग चोरी नहीं किया सर. निकल मैं चोरी नहीं किया. ये लोग मुझे फंसा रहे हैं. എന്താടോ? ഹലോ, എനിക്ക് പേടിയാവുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, പോലീസുകാരിങ്ങനെയാ, മനസ്സിലായോ? നമ്മളെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അതെ, രണ്ടുപേരും വർത്താനം പറഞ്ഞു നിൽക്കാതെ അവിടെ SI വിളിക്കുന്നുണ്ട്. എന്താ തീരുമാനം? ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനം. പക്ഷെ അതിന് സാർ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ തരണം. നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നമ്മുടെ താടി ഞാൻ വീട്ടുകാരായിട്ട് സംസാരിക്കാം. എന്തിന് സാർ വീട്ടിലേക്ക് വിളിക്കല്ലേ സാറേ? വീട്ടിൽ പ്രശ്നമുണ്ടല്ലേ സാർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇതാരാ തീരുമാനിക്കുന്നത്? നീയാണോ ഞാനാണോ? ഞാനാണോ നീയാണോ തീരുമാനിക്കുന്നത്? അല്ല സാർ, അത് ഹലോ, വീട്ടിലേക്ക് വിളിച്ചാ അജ്ഞാത ജഡമല്ലേ, അത് തള്ളി വിടറോ, അതൊഴുകി അടുത്ത സ്റ്റേഷന്റെ പരിധിയിലേക്ക് പോയിക്കോളും. ഇങ്ങനെ എല്ലാത്തിനും എന്നെ വിളിച്ച് ചോദിക്കണമെന്നില്ല. പോലീസിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണം. അല്ലാണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഡയലേ നമ്പർ ഡയലേ. അല്ല സാർ, നമ്പർ ഡയലേ സാർ ചെയ്യടി. പൊന്നാനി പോലീസ് സ്റ്റേഷൻ SI ആണ്.
നിങ്ങളെ മോൾ എവിടെയുണ്ട്? ചെറിയ പ്രശ്നത്തിലാണ്. ആ ഇപ്പൊ തന്നെ വാ. അച്ഛൻ്റെ പേര് ഷൺമുഖൻ. അമ്മ ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലാ. ഇന്നിവിടെ കുറച്ച് പണിയുണ്ട്. ഉച്ചയ്ക്ക് മീനൊന്നും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾ എന്താ വെച്ചാൽ വാങ്ങിയിട്ട് കൂട്ടാൻ പറ്റുമോ? ആ ശരി മാ. ശരി. സിയനെ കണ്ടാൽ മതി. ശിവോ हेलो जल्दी आ, मैं कितना टाइम से उठ कर रहा हूँ इधर और कितना उठ करेगा? എങ്ങോട്ടാ സാർ? जल्दी आ അല്ല സാർ, എവിടെയാ പണി? ഏയ് എന്താ Sir. ചോദിച്ചറിയാണ്ടെന്ന്. सर, मैं जाके पैसा लेके आऊँ. No. 2000 rupees depositing here and going. Go. Sit. क्या मैं लेके आएगा बोल. ബൈട്രാ. എന്താ സാറേ ചോദിച്ചറിയാനുള്ളത്? വാ നടക്ക്. बुट्टा എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എനിക്ക് ഷിയാബിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്താ സാറേ? നമ്മുടെ ഈ സ്റ്റേഷൻ വളപ്പിലെ ബൈക്ക് ഉണ്ടല്ലോ, അതിൻ്റെ എൻജിൻ ഊരിയോ ഷിയാബ്? അതാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ആ മോഹൻ സാർ പറഞ്ഞ് വണ്ടി ലാലത്തെ പിടിച്ചിരിക്കണെന്ന്. ആഹാ അതിൻ്റെ എഞ്ചിൻ ഊരിയിട്ട് മൂപ്പരെ കോട്ടേഴ്സ് കൊണ്ടുവെക്കാൻ പറഞ്ഞ്. ആ ഞാൻ ആ ഊരി കൊണ്ടുപോകുമ്പോൾ അനിൽ സാറും നമ്മളെ റഷീദ് സാറൊക്കെ കണ്ടിരുന്നു. ആണോ? ആ പക്ഷെ മോഹനം പറഞ്ഞത് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണല്ലോ. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? എൻ്റെ ഉമ്മാണ് സത്യം. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഊരിയതല്ല. അതല്ലേ? ആ വേണമെങ്കിൽ സാറ് മോഹൻ സാറിനോട് ചോദിച്ചു നോക്കി. സത്യേറ്റവും മൂപ്പർക്കറിയാം. എന്താ സാറേ നീ പറയണല്ലത്? കാര്യങ്ങൾ ഇങ്ങനെയാണോ? സത്യേറ്റ് സത്യേറ്റ് ഞാനല്ല സാറേ. സാർ CI സാർ ഇവനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഷിയാബ്, അവിടെ ചെന്ന് കണകുണ പറയാൻ നിൽക്കരുത്. നീ കാര്യം കൂടെ സമ്മതിച്ചു. വലിയ ചാർജ് ഈടാക്കില്ല, കേസും തള്ളിപ്പോവും. അതുപോലെ എന്നെ കൊണ്ട് കഴിയൂല സാറ്, ഞാൻ സത്യം പറയും. ഇവനെ സിഐയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. നീ ആ SI സാർ പറഞ്ഞ പോലെ സമ്മതിക്കുക. പിന്നെ വേറെ ഇതിന് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഇതൊന്നും അറിയാൻ പാടില്ല. എന്നിട്ട് പറ, പിന്നെ അങ്ങോട്ട് പോയി. ആ നിങ്ങളൊന്ന് പുറത്തിരുന്നേ. വാ. ആ ഷിയാബേ ഇരിക്കടോ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. വാ. ഇതെന്തോടോ ആദ്യമായിട്ട് സ്റ്റേഷനിൽ വരുന്ന പോലെ? താൻ ടെൻഷനാവാതെ ഇരിക്കേ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വിളിച്ചതല്ലേ ഷിയാബേ? വെള്ളം വേണം? കുടിച്ചോ? മതിയോ? എന്നിട്ട് പറയും. പടച്ചോനാണ്, എൻ്റെ ഉമ്മാണ്. എന്നെ രക്ഷിക്കണം സാറേ. മോഹൻ സാറ് പറഞ്ഞത് ഞാൻ ചെയ്ത്. എനിക്ക് അത്ര ഉള്ളൂ സാറേ. ഷിയാബേ, കാര്യങ്ങളിപ്പോൾ ആ വഴിക്കല്ല പോണത്. നീ നമ്മൾ പോലീസുകാരെ സ്ഥിരം സഹായിക്കുന്ന ആളല്ലേ? ബാക്കി പോലീസ് നോക്കിക്കോളൂ. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പോരെ? നീ ഇതങ്ങോട്ട് സമ്മതിക്കടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ സാറന്മാർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിക്കണ്. പക്ഷേ ഇത് മോഷണക്കുറ്റാണ് സാറേ. ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. അപ്പോൾ കാര്യങ്ങൾ കുഴയാണല്ലോ നേരെ. ശരി, തൽക്കാലം ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരുത്. ചെല്ലു. സാറേ, ഇത് പടച്ചം പൊറുക്കാത്ത കാര്യമാണ്. ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. ചെല്ലു ഷിയാബേ.